തെലങ്കാനയിൽ മദർ തെരേസ സ്കൂളിന് നേരെയുണ്ടായ സംഘപരിവാർ ആക്രമണത്തിൽ ആശങ്കയും പ്രതിഷേധവും രേഖപ്പെടുത്തി ക്രൈസ്തവ സംഘടനകൾ. തീവ്ര ഹിന്ദുത്വ സംഘടനകളിൽ നിന്നും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരുകൾക്കും കഴിയുന്നില്ലെന്ന് അവർ കുറ്റപ്പെടുത്തി. അതേസമയം അക്രമം അഴിച്ചുവിട്ട സംഘപരിവാർ പ്രവർത്തകർക്കെതിരെ കേസെടുക്കാത്ത തെലങ്കാന പോലീസ് മതവികാരം വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ച് സ്കൂൾ മാനേജ്മെന്റിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് തെലങ്കാനയിൽ മഞ്ചേരിയിൽ ജില്ലയിലെ കണ്ണേപ്പള്ളിയിലുള്ള സെന്റ് മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സംഘപരിവാർ അഴിഞ്ഞാട്ടം നടത്തിയത്. 500-ലധികം വരുന്ന കാവിധാരികൾ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. സ്കൂളിന്റെ പ്രധാന ഗേറ്റുള്ള മദർ തെരേസയുടെ രൂപം അക്രമികൾ കല്ലെറിഞ്ഞ് തകർത്തു. സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ മുറിയും അടിച്ചു തകർത്തു. സ്കൂൾ മാനേജറായ വൈദികൻ ഫാദർ ജെയ്മോൻ ജോസഫിനെയും പ്രിൻസിപ്പലിനെയും സ്കൂളിനുള്ളിൽ കയറി ആക്രമിച്ചു. വൈദികനെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിച്ചതായും എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു. ഇത് മനഃപൂർവം ഈ പറയുന്ന സംഘപരിവാർ പരിവേഷമുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ മതവികാരത്തെ വ്രണപ്പെടുത്തിയിരിക്കുന്ന സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ സ്കൂളിനെ ആക്രമിക്കാനും ആ വൈദികനെ ആക്രമിക്കുവാനുമുള്ള ഒരു അവസരമാക്കി അതിനെ ഉപയോഗിച്ച എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പാർട്ടിയാണെങ്കിലും ഒരു പാർട്ടി ഈ രാജ്യത്ത്, ഈ മതേതര രാജ്യത്ത്, ഈ ജനാധിപത്യ രാജ്യത്ത് വർഗീയ വിഷം വിളമ്പുന്നത് അത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. BJP ഭരിക്കുന്ന ഉത്തരേന്ത്യയിൽ മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് സീറോ മലബാർ സഭ മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട്ട്. പല പ്രാവശ്യങ്ങൾ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു ആവർത്തനം മാത്രമാണ് ഇപ്പോൾ തെലങ്കാനയിൽ നടന്നത്. ഇത് ഒരു ശങ്കയുമില്ലാതെ, ഒരു പ്രകോപനവുമില്ലാതെ ഏത് സ്ഥാപനത്തിലേക്കും, ഇത് ക്രൈസ്തവ പള്ളിയിലേക്കും കയറി അക്രമം നടത്താമെന്നുള്ള ഒരു ലൈസൻസ് ഇവർക്ക് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അക്രമം കഴിഞ്ഞ് 2 ദിവസം പിന്നിട്ടിട്ടും സംഘപരിവാർ പ്രവർത്തകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ തെലങ്കാന സർക്കാർ തയ്യാറായിട്ടില്ല. അതേസമയം മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് സ്കൂൾ മാനേജ്മെന്റിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. BJPയുടെ ഹിന്ദുത്വ അജണ്ടയോടുള്ള കോൺഗ്രസിന്റെ മൃദു സമീപനമാണ് ഇത്തരം നടപടികൾക്ക് കാരണമെന്ന ആക്ഷേപവും ശക്തമായി കഴിഞ്ഞു. കൈരളി ന്യൂസ്, ദില്ലി.